ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ബലേറോയുടെ ടോപ്പ് എൻഡ് വേരിയൻ്റായ BE6 ഓപ്ഷണൽ വേരിയൻ്റാണ്. 2025 വന്നപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത്, എത്രയാണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മഹീന്ദ്ര ബലേറോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന ഒരു SUV ആണ് ബലേറോ. പിന്നെ ഈ വാഹനത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 2008-10 കാലഘട്ടങ്ങളിൽ തൊട്ട് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഈ സെയിം ഡിസൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ കോസ്മെറ്റിക് അപ്ഡേറ്റ് മാത്രമാണ് മഹീന്ദ്ര കൊടുക്കാറ്. ഇപ്പോൾ 2024 വന്നതാണ് നമ്മളുടെ പുതിയ ട്വിൻ മഹീന്ദ്രയുടെ ലോഗോ. പിന്നെ നമ്മളുടെ ആ ഒരു ഗ്രില്ലിൽ ഒരു ക്രോം ഫിനിഷും വന്നു. ഇപ്പോൾ ടോപ്പ് എൻഡ് രണ്ട് വേരിയൻറ്റിൽ B6 ആൻഡ് B6 ഓപ്ഷണൽ വേരിയൻറ്റിൽ ഈ ഗൺ മെറ്റൽ ഫിനിഷുള്ള ഗ്രില്ലും ബേസ് വേരിയൻറ്റിൽ ബ്ലാക്ക് ഗ്രില്ലുമാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിൽ നിന്ന് നോക്കുമ്പോൾ എവിടെയൊക്കെ ഒരു ജീപ്പ് ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് വേണ്ടി പറയേണ്ടി വരും. ഇപ്പോഴും അത്യാവശ്യം സെയിലുള്ള ഒരു വാഹനമാണ് ബലേറോ. കേരളത്തിൽ ഇറങ്ങുന്നില്ല എങ്കിലും കേരളത്തിന് പുറത്ത് ആവറേജ് സെയിൽ ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലേറോയുടെ സിഗ്നേച്ചർ എന്ന് പറയാവുന്ന ആ ഒരു ക്ലിയർ ലൈൻ സാറ്റലൈറ്റ് കാണാം. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഹാലജനായിട്ടുള്ള പാർക്ക് ലൈറ്റ് കാണാം. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു, അതും ഹാലജനാണ്. താഴെ നമുക്കൊരു കോർണറിങ് ഫംഗ്ഷനോട് കൂടിയ ഒരു ലൈറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലൈറ്റ് ഒരു വേരിയൻറ്റിലും വരുന്നില്ല. പക്ഷേ ഫോഗ് ലൈറ്റ് പ്രോപ്പറായി ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കും. നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് ആക്സസറി ആയിട്ട് ചെയ്യാം. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അകത്ത് സിംഗിൾ ഹോണാണ് വരുന്നത്. ആ ഒരു ഹോണും നമുക്ക് പുറത്തുനിന്ന് വിസിബിൾ ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ താഴത്തെ ഗ്രില്ലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയ ടൈപ്പ് ഗ്രില്ല് കാര്യങ്ങളാണ് താഴെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കീയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കീയിൽ ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ ഒരു ഫ്ലിപ്പ് കീ ആണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ. അല്ല, സെൻറ്റർ ബട്ടൺ നമുക്ക് ഹസാർഡായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റ് നമുക്ക് എക്സ്റ്റീരിയറി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു വിൻഷീൽഡ് കാര്യങ്ങളെല്ലാം ഒരു പ്രോപ്പർ ഒരു ജീപ്പ് അല്ലെങ്കിൽ ഒരു റഫ് വെഹിക്കിൾ ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുക. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വാഹനമാണ്. ഒരു ചങ്കി ടയറുകൾ കാണാം. 215 സെഷൻ ടയറുകളാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് 215 75 or 15 ഇഞ്ച് വീൽസാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളുമാണ്. ഒരു വേരിയൻറ്റിലും അലോയ് വീൽ കാര്യങ്ങൾ വരുന്നില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന വീൽ കപ്പ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബ്രിസ്റ്റോണിൻ്റെ ടയറുകളാണ് 4 വീലിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വശങ്ങളിലായിട്ട് നമുക്ക് ആ ഒരു ഗൺ മെറ്റൽ ഫിനിഷിലൊരു ലൈൻ എൻഡ് വരെ പോകുന്നത് കാണാം. അതെന്താണെങ്കിലും ഒരു വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു SUV ഫീൽ തരാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ വശങ്ങളിലായിട്ട് നമുക്ക് ഈ ടോപ്പ് എൻഡ് രണ്ട് വേരിയൻറ്റുകളിൽ ഈ പുതിയൊരു ഗ്രാഫിക് ഡിസൈനും കാണാവുന്നതാണ്. ബേസ് വേരിയൻറ്റിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. വശങ്ങളിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മിറർ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോഴും അകത്തുനിന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഹാൻഡിന് ഈ ഒരു വശത്തായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡോർ ഹാൻഡിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലിപ്പ് ഓപ്പൺ ഡോർ ഹാൻഡിൽസാണ്. അത് ബ്ലാക്ക് ഫിനിഷിലാണ്. അതിനകത്തൊരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ലോക്ക് മാനുവലി ആക്സസ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വേരിയൻറ്റുകളിലും നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കാണാവുന്നതാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റൂഫ് റെയിൽസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത്. റെയിൻ ഗാർഡ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആക്സസറി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ടോപ്പിലുള്ള ഡിസൈൻ തന്നെ റെയിൻ ഗാർഡ് പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഗ്ലാസ്സിൽ തന്നെ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്ലാസ് വിൻഡോയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു റഫ് ആൻഡ് ടഫ് SUV ലുക്ക് തന്നെയാണ് ഈ വാഹനം തരുന്നത്. നമുക്കിവിടെ ഒരു എയർ ഇൻടേക്സ് പോലെയുള്ള ഒരു ഗ്രില്ല് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക SUV ലുക്ക്. എനിക്ക് തോന്നുന്നു മഹീന്ദ്രയുടെ അർമദ തൊട്ട് വരുന്ന ഒരു സെയിം ഡിസൈനാണ്. പ്രത്യേകിച്ച് യാതൊരു മാറ്റമില്ല. സ്പെയർ വീല് ബാക്ക് ഡോർ മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനൊരു കവർ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ബലേറോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. മഹീന്ദ്രയുടെ ലോഗോ കാര്യങ്ങൾ കാണാം. നമുക്ക് ബാക്കിൽ സ്പോയിലർ വരുന്നില്ല. മഹീന്ദ്രയിൽ സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കിലെ ഗ്ലാസ് നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. പക്ഷേ വൈപ്പറും വാഷറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ മാത്രമാണ് വൈപ്പർ ആൻഡ് വാഷർ വരുന്നത്. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈലൈറ്റിൻ്റെ ഫുൾ കവറിംഗ് എല്ലാം ഒരു റെഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ്,
അതിന് താഴെ നമുക്ക് പാർക്ക് ലൈറ്റ് കാണാം. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സ്, ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ്. ആ പാർക്ക് ലൈറ്റിനകത്ത് ബലേറോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാവുന്നതാണ്. നമുക്ക് അതിന് താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ആ ഒരു ബാഡ്ജിങ് കാണുന്നത്. B6 എന്ന് പറഞ്ഞാൽ B6 ഓപ്ഷണൽ വേരിയൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിരിക്കുന്നു. ഫ്യൂലിലൂടെ കൂടെ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് വശങ്ങളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡോറുകളാണ്. ഇവിടെ നമുക്ക് അകത്തുനിന്നുള്ളൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽസ് വരുന്നത് ഒരു ബ്രൗൺ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അകത്തേക്ക് കയറാനായിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ കാണാം. ഇപ്പോൾ നമുക്ക് നിവർന്ന് നേരെ ഇരിക്കുന്ന രീതിയിലുള്ള ബാക്ക് സീറ്റുകളാണ് വരുന്നത്. അതായത് ഫേസ് ടു ഫേസ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിമ്പിളി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലഗേജ് സ്പേസ് ഇതിനകത്ത് കൂട്ടാനായിട്ട് പറ്റും. ഇത് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 365 ലിറ്ററിൻ്റെ ലഗേജ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 3rd റോ പാസഞ്ചേഴ്സിന് സീറ്റ് ബെൽറ്റോ അങ്ങനെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ടോപ്പിലായിട്ട് നമുക്കൊരു ഗ്രാബ് ഹാൻഡിലും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു 3rd റോ സീറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൗൺ ഇൻറ്റീരിയർ ആണ്. ടോപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബേസിക് ആണ്. പവർ വിൻഡോയുടെ കൺട്രോൾ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ കാണാം. ഹാൻഡിൽസ് എല്ലാം ഒരു പഴയ ആ ഒരു ടൈപ്പ് ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് പോലെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ഈ വശത്തായിട്ട് നമുക്കിവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനായാലും ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പഴയ 300 കണ്ട ആ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നടക്കും മഹീന്ദ്രയുടെ ഒരു ലോഗോ, എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. വേറെ അതല്ലാണ്ട് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടില്ല. നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ടെലസ്കോപ്പിക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ ചെറിയൊരു ഡാഷ്ബോർഡാണ് വരുന്നത്. നമ്മൾ ഫ്രണ്ടിൽ സീറ്റ് കയറി ഇരുന്നാൽ നമുക്ക് ബോണറ്റെല്ലാം കണ്ട് വളരെ വിശാലമായിട്ടുള്ള ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് സുഖമായിട്ടിരുന്ന് ഓടിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലായിട്ടാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ അഡീഷണലി വന്നൊരു ഫീച്ചറാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു ടയർ പ്രഷർ വാർണിങ്ങിൻ്റെ ഒരു ഇത്. അപ്പോൾ 4 വീലിന് ടയർ പ്രഷർ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ നമുക്ക് സ്പീഡോമീറ്റർ, RPM മീറ്റർ, പിന്നെ മറ്റേ ഡോറിൻ്റെ വാണിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്കിൻ്റെ വാണിങ്, ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻസ്, അങ്ങനെ അത്യാവശ്യം എന്തൊക്കെ ഫീച്ചേഴ്സാണോ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് അങ്ങനെ വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളൊരു ഓപ്ഷൻ ഉൾപ്പെടെ ഇതിനകത്ത്, നമുക്ക് ഓരോ ട്രിപ്പിലും എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള ഓപ്ഷൻ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ അകത്തായിട്ടാണ് നമുക്ക് ഇവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എംറ്റി ആയിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. AC വെൻസും ആ സെൻട്രൽ കൺസോളും ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 2-in സിസ്റ്റമാണ് വരുന്നത്. FM ഉണ്ട്, നമുക്ക് USB കണക്ട് ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്യാം. ഓക്സിലറിയുടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ മാനുവൽ AC കൺട്രോൾസ് കാണാം. 4 സ്പീക്കറോടെ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ഇതിൻ്റെ സ്പീക്കർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ താഴെ ഈ അടിവശത്ത് ഈ കോർണറിലായിട്ടാണ് അതിൻ്റെ സ്പീക്കർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് 2 വശത്തായിട്ട് ആ സ്പീക്കർ കൊടുത്തിരിക്കുന്നു. ബാക്കിലെ സ്പീക്കർ കൊടുത്തിരിക്കുന്നത് 3rd റോ പാസഞ്ചറിനോട് ചേർന്നാണ്. അതാണ് ഡോറിൽ സ്പീക്കേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോളും വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഒരു സെൻട്രൽ കൺസോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവർ പാസഞ്ചറിനും കോ ഡ്രൈവർ പാസഞ്ചറും ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനോട് ചേർന്ന് തന്നെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റ് കാര്യങ്ങളാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് നോർമൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് വരുന്നത്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR/VMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വരുന്നു. ടിക്കറ്റ് ഹോൾഡർ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ സെൻറ്ററിലായിട്ടാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ബലേറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി തന്നെ തുറക്കാനായിട്ട് പറ്റും. കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളുള്ളത് കൊണ്ട്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്ക് 2 ഡോറിനും പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ആ ഒരു പഴയ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ ഭാഗം ഒരു ഒരു ഡാർക്ക് ബ്രൗൺ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെഞ്ച് സീറ്റുകളാണ് വരുന്നത്. ഇത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സെൻറ്റർ ആം റെസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള സെൻറ്റർ ആം റെസ്റ്റ്. ഇപ്പോൾ 2 പാസഞ്ചർ ഉള്ളൂ എങ്കിൽ കൈയെല്ലാം വെച്ച് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് സീറ്റിലേക്ക് കയറി ഇരുന്നാൽ
അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം നമുക്ക് കാണാം. നീ റൂം ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നീ റൂം വരുന്നുണ്ട്. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന 4 AC വെൻസ് മാത്രമാണ് വരുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ മാസീവായിട്ടുള്ള ഹെഡ്റൂം കാണാം. നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ്റൂം കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഈ വാഹനം ശരിക്കും പക്ക ഒരു 7 സീറ്റർ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായം 5 സീറ്റർ. പിന്നെ അഡീഷണൽ ആൾക്കാരുണ്ട് എങ്കിൽ ബാക്കിലെ 2 സീറ്റിൽ ഇരുത്താം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിലെ സീറ്റ് ഒട്ടും ലോങ് ഡ്രൈവിനൊന്നും കംഫർട്ടായിട്ടുള്ള സീറ്റുകളല്ല. 2025 മോഡൽ ബലേറോയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. ഇതാണ് ഒരു ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബലേറോയുടെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ ഓപ്ഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. വിത്ത് 5 സ്പീഡ് മാനുവൽ. ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. നമ്മുടെ 3XO കണ്ടുവന്നിരുന്ന സെയിം എഞ്ചിനാണ്, പക്ഷേ ഒരു ഡിഫറൻറ്റ് ട്യൂണിങ്ങിലാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 75 bhp ആണ് തരുന്ന പവർ. അറൗണ്ട് 210 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 16 ഒരു 12-13 ഇടയ്ക്കൊക്കെ ആവറേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് 3 വേരിയൻ്റ് ആണ് ബലേറോയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. B4, B6, B6 ഓപ്ഷണൽ. B4 എന്ന് പറഞ്ഞ ബേസ് വേരിയൻ്റ് ആണ്. 9.7 lakhs ആണ് അതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,86,000 രൂപ. മിഡ് വേരിയൻ്റായ B6ലേക്ക് വരുമ്പോൾ 9.9 lakhs ആണ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,12,000 രൂപ. ടോപ്പ് എൻഡ് വേരിയൻ്റായ B6-ന് ഷോറൂം പ്രൈസ് 10,90,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,47,000 രൂപ. അതായത് നമ്മൾ ഈ കാണുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിന് 13,47,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരും. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ വാഹനം വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനും കൂടുതൽ ഫീച്ചേഴ്സുള്ള, കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള, കുറച്ചും കൂടി ഡ്രൈവിംഗ് കംഫർട്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ വാഹനം അധികം ഇറങ്ങാത്തതും അതുകൊണ്ടാണ്. കാരണം ഈ ഒരു പ്രൈസിന് ഒരു ഡെയിലി ഡ്രൈവിനോ അല്ലെങ്കിൽ ഡെയിലി യൂസിനോ ആരും ഈ വാഹനം ചൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. മഹീന്ദ്ര റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ബലേറോ അല്ല, മഹീന്ദ്രയുടെ താർ റോക്സ് ഉൾപ്പെടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.